ഹലോ എവരിവൺ, ഐ എം ഡോക്ടർ ഹസൻ. ഞാൻ നിങ്ങളുടെ ഹോമിയോപ്പത്തിക് സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരുടെ ഫ്രണ്ടായി നിൽക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഫ്രണ്ടായി നിൽക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങളൊന്നും ആലോചിക്കണം. നിങ്ങൾക്ക് മിലിറ്ററി മേജർ ഓർഡർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കമാൻഡിങ് അല്ല അവിടെ, നമുക്ക് റിക്വസ്റ്റിങ്ങും അല്ല. നമ്മൾ താഴെ പോയി മോനെ ഇതൊന്ന് ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഫ്രണ്ടാകുമ്പോൾ എന്താണ്, നമ്മളവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ ലെവൽ എന്താണ്, അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് രൂപത്തിലാണ് വളരുന്നത്, ഇതിനൊക്കെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇവരുമായിട്ടൊരു ഇമോഷണൽ ബോണ്ട് വേണം. ഈ ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ള ടൈമാണ് നമ്മൾ ഈ ചെറുപ്പം തൊട്ട് ഈ ഏജ് വരെയുള്ള സമയം. അത് ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ നമ്മൾ പറയുമ്പോഴേ ഇവരിത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ഇവരുടെ കൂടെ ഇവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവർ നമ്മളിലേക്ക് ക്യാമറ കുറച്ചൊന്നും ഇങ്ങനെ തിരിച്ചു വെക്കും. എന്താ ഇപ്പോൾ ഇയാൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ പറയണ്ടല്ലോ, ചെയ്യണ്ടല്ലോ, ഞാൻ നോക്കട്ടെ ഇയാൾ എന്താ പറയണേ. അങ്ങനെ നമ്മൾ ഇവർക്ക് ഫേവർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും മനസ്സാക്കിയിട്ട് തോന്നും ഇയാൾ പറയണ കേൾക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ അവരടുത്തുനിന്ന് ഒരു കംപ്ലൈൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവരെ ഗൈഡ് ചെയ്യാനും ഇവരെ നല്ല കാര്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുള്ളൂ. നിർബന്ധിച്ചു കൊണ്ടേ ഇരുന്നാൽ ഇവഞ്ച്വലി ഒന്നെങ്കിൽ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫ്രണ്ട്സ് നല്ലതാണെങ്കിൽ രക്ഷപ്പെട്ടു, നല്ലതല്ലെങ്കിൽ അതങ്ങനെ ദോഷകരമായി പോകും. അല്ലെങ്കിൽ ഉള്ളുവലിഞ്ഞ് നമ്മളിൽ നിന്നൊക്കെ അകത്തേക്ക് പോയി. ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴും പറയും എനിക്ക് ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയും. അവരവരുടെ റൂമിലേക്ക്, അവരുടെ സ്ക്രീനുകളിലേക്ക്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്, സ്ക്രീനുകളിലേക്ക് ഒതുങ്ങിപ്പോവും. അപ്പോൾ പിന്നെ അവർക്ക് സമൂഹത്തിനൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളായി അവർ മാറുക ചെയ്യുക. അപ്പം അതിനേക്കാൾ നല്ലത് എന്താ, നമ്മൾ കുറച്ചൊക്കെ ഫ്രീഡം കൊടുത്താലും. നമ്മളെ മനസ്സിലിപ്പോൾ അവനെ ഡോക്ടറാക്കണം എന്നൊക്കെ ആയിരുന്നു, പക്ഷെ അവനെ ആഗ്രഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവനെ ആഗ്രഹത്തിലേക്ക് വിടണം. എക്സാമ്പിൾ ഉണ്ട്, ഞാൻ എപ്പോഴും ഓർക്കും. മൂപ്പര് പറഞ്ഞ എൻ്റെ മകനെ എന്താ പറയുക, ഞാൻ IAS എന്ന് പോയിട്ട് ഐ എന്നുള്ളൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇവന് പഠിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവനോട് തട്ടൊപ്പിച്ച് ഇവന് 10th പാസ്സായി കഴിഞ്ഞപ്പോൾ +1 സീറ്റ് കിട്ടി. അത് എനിക്കിത് മതി അച്ഛാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് കയറ്റി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവന് +2 കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു അനിമേഷൻ കോഴ്സ് പഠിക്കാൻ അച്ഛാ ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ അതിനും ചേർത്ത് കൊടുത്തു. അവൻ അതിന് പോയി. അത് കഴിഞ്ഞപ്പോൾ അവന് ചെന്നൈയിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അച്ഛാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് പോയിക്കോന്ന് പറഞ്ഞു. അവൻ അതിന് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ അവന് കാലിഫോർണിയയിൽ അമേരിക്കയിൽ ജോലി കിട്ടി. ഇപ്പോൾ അവന് ഡിസ്നീൻ്റെ അണ്ടറിൽ എന്താ പറയുക ഈ അനിമേഷൻ ഇതിൽ വർക്ക് ചെയ്യണം. അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇവനെ ഞാൻ 10th ക്ലാസ്സിൽ ഈ പഠിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടിയെ ഞാൻ നീ IPS വാങ്ങണം, നീ IAS വാങ്ങണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുന്നെങ്കിലോ അവനൊന്നെങ്കിൽ ഡിപ്രഷനിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന് പഠിക്കാൻ കഴിയാതെ വിഷമമായിട്ട് ആങ്സൈറ്റിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തെറ്റായ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടാവും.